കോങ്ങാടും മലമ്പുഴയിലും ബിജെപിയും കോൺഗ്രസും രഹസ്യധാരണയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എന്നാൽ രണ്ടു മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഈ മതന്യൂനപക്ഷങ്ങളാകെ ഏകീകരിച്ച് UDFന് അനുകൂലമാകുന്ന ഒരു നിലപാടും ഈ കേരളത്തിൽ ഉണ്ടാവാൻ ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. കോങ്ങാട് പല ബൂത്തുകളിലും ബിജെപിക്കും മലമ്പുഴയിൽ പല ബൂത്തുകളിലും കോൺഗ്രസിനും ആളുണ്ടായിരുന്നില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ദിവസം കോങ്ങാടിലെ ബൂത്തുകളിൽ ഏതിലും BJP പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പലവിടെയും ബൂത്തുകൾ കെട്ടിയിരിക്കുക എന്ന് പറയില്ലേ, അതുപോലും ഉണ്ടായിരുന്നില്ല. മലമ്പുഴയിലും ചില മേഖലകളിലെല്ലാം കോൺഗ്രസ് ഇല്ല, കോൺഗ്രസിൻ്റെ ബൂത്തില്ല. അപ്പോൾ അത് മലമ്പുഴയും കോങ്ങാടും തമ്മിലുള്ള ഒരു രഹസ്യധാരണയുടെ ഭാഗമായിട്ട് അതിനെ കാണാൻ കഴിയും. കോൺഗ്രസും ഇനി ഏതെല്ലാം മണ്ഡലത്തിൽ അത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും വ്യക്തമാകും. ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ നമുക്കതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് മുമ്പ് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ നിലയിൽ ഒരു അനുഭവം ഈ രണ്ട് മണ്ഡലത്തിലുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ രണ്ട് മണ്ഡലത്തിലെ വിജയത്തെയും ഞങ്ങളെ ബാധിക്കില്ല. ഇനി അങ്ങനെ മറിച്ചു കൊടുത്താൽ പോലും ഞങ്ങളുടെ ജയസാധ്യതയെ ഇവിടെ ഒരു ഘട്ടത്തിലും ബാധിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ 3 തവണ BJP വിജയിക്കുമെന്ന് കരുതി CPM വോട്ടുകൾ ഷാഫി പറമ്പിലിന് പോയിട്ടുണ്ടെന്ന് സുരേഷ് ബാബു തുറന്നു പറഞ്ഞു. എന്നാൽ ഇത്തവണ ആ സാഹചര്യമില്ല. അതിന് തങ്ങൾ തടയിട്ടിട്ടുണ്ട് എന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. UTV ന്യൂസ്, പാലക്കാട്.